ഹലോ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ഡെയിലി ബേസിക് മേക്കപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. സോ ഡെയിലി നമുക്ക് എല്ലാ മേക്കപ്പ് റുട്ടീൻ ഫോളോ ചെയ്യാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ മൂഡ് ഉണ്ടാവില്ല, പിന്നെ എന്തിനാ ഇത്ര മെനക്കെട്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ എന്നാൽ കൂടി വി വുഡ് ലവ് ടു ഹാവ് എ ബേസിക് മേക്കപ്പ് ഓൺ യുവർ ഫേസ് ആൻഡ് ടു ലുക്ക് പ്രസൻറ്റബിൾ, ബിക്കോസ് നമ്മൾ ദ മിനിറ്റ് വി സ്റ്റാർട്ട് ലുക്കിംഗ് ഗുഡ് വി നോ വി ഗോയിങ് ടു ഫീൽ സോ മച്ച് മോർ കോൺഫിഡൻറ്റ്. അപ്പോൾ വാട്ട് യു ഗോട്ട് ടു ഡു ഇസ്, നമ്മൾ എല്ലാവരും ആദ്യം നല്ല കുളിച്ചും നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വാട്ട് യു ഗോട്ട് ടു ഡു ഇസ് ആഫ്റ്റർ cleansing your face, you've got to tone your face, because നമ്മളുടെ ഈ സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ എന്നും ഫോളോ ചെയ്യുമ്പോഴത്തേക്കും you can see tremendous and then changes in a positive way on your face. അതായത് നമ്മുടെ സ്കിൻ സ്റ്റാർട്ട്സ് ഗ്ലോയിങ്, നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആകും. സോ വാട്ട് യു ഗോട്ട് ടു ഡു ഇസ് ടേക്ക് യുവർ ടോണർ. എല്ലാ ദിവസവും നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ക്ലെൻസിങ് യുവർ ഫേസ് ടേക്ക് ദ ടോണർ ആൻഡ് ടോൺ യുവർ ഫേസ്. സോ യു ഗോട്ട് ടു ഡാബ് യുവർ സ്കിൻ. So this actually helps you in hydrating your skin and toning your face. Okay? Toner ശേഷം what you've got to do is you've got to moisturize your face. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫേവറേറ്റ് ക്രീം ഉണ്ടാകും. സോ ഐ റിയലി ലൈക്ക് ക്ലിനിക്കിൻ്റെ ഈ ക്രീം ബിക്കോസ് ഇറ്റ് റിയലി ഹൈഡ്രേറ്റ്സ് യുവർ സ്കിൻ. ഇത് ചെയ്ത ശേഷം and just give a slight massage to your face. കാരണം നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോഴത്തേക്കും ദേശീയ നമ്മുടെ ഫേസിലത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടും and it also helps in keeping your skin supple. And നമ്മൾ what you've got to do is always massage upward. Okay, after applying facial cream, after applying face cream, just leave on for a minute so that it absorbs. നമ്മുടെ സ്കിൻ ഈ ക്രീം അബ്സോർബ് ആകുമ്പോൾ നമ്മളുടെ ഫേസ് ബിക്കംസ് വെരി സോഫ്റ്റ്. ഇനി അതിനുശേഷം നമ്മൾ രാവിലെ എല്ലാ ദിവസവും മാൻഡേറ്ററി ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം സൺഡേ യു വി റേസ് ഇസ് വെരി വെരി ഹാർംഫുൾ ഫോർ യുവർ സ്കിൻ. ആൻഡ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് റിയലി പ്രൊട്ടക്ട്സ് യുവർ സ്കിൻ ഫ്രം ദ സൺ ഡാമേജ്. എൻ്റെ ഈ സൺസ്ക്രീന് തീരാതെ പുതിയത് വാങ്ങാൻ സമയമായി. ഓക്കെ, പിന്നെ അവരെപ്പോഴും ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് എവറി 3 to 4 hours നമ്മുടെ സ്കിന്നിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ബിക്കോസ് എല്ലാ 3 hours കൂടുമ്പോൾ, ബിക്കോസ് നമ്മൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താ ബെനിഫിറ്റ് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്കിൻ പിഗ്മെൻറ്റേഷൻ വരില്ല, ഈ ഡാർക്കനിങ് സ്പോട്ട്സ് വരില്ല. യുവർ സ്കിൻ സ്റ്റേസ് വെരി വെരി വെൽ. ആക്ച്വലി നമ്മൾ നല്ല രീതിയിൽ സ്കിൻ ടേക്ക് കെയർ ചെയ്യുമ്പോൾ you feel so good when you have a good skin അല്ലേ. സോ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് വേണ്ടിയിട്ട് we have to put an effort for us to look pretty. പ്രത്യേകിച്ച് എന്ത് പണിയുണ്ടെങ്കിലും നമുക്ക് നമ്മളിൽ തന്നെ കുറേ സമയം കണ്ടെത്തണം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ടും എല്ലാ ദിവസവും ചെയ്യണം. ഇതിന് ശേഷം ദേശേ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദ സ്കിൻ. ബിക്കോസ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം എന്ത് മേക്കപ്പ് യൂസ് ചെയ്താലും ദ മേക്കപ്പ് സ്റ്റേസ് ഓൺ ഫോർ മച്ച് മോർ ലോങ്ങർ ടൈം ഓൺ യുവർ ഫേസ്. പക്ഷേ ഞാനിപ്പോൾ പ്രൈമർ തേക്കുന്നില്ല ബിക്കോസ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗോ ഓൺ എ വെരി വെരി റെഗുലർ തിങ്. ആൻഡ് ഇത് കഴിഞ്ഞ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഐ ജസ്റ്റ് നോർമലി പുട്ട് ഓൺ എ പൗഡർ ഓർ പ്രോബബ്ലി എ കോമ്പാക്ട് പൗഡർ. ബട്ട് ടുഡേ ഐ എം ഗോയിങ് ടു ബി പുട്ടിങ് ഓൺ ലിറ്റിൽ മേക്കപ്പ്. സോ ഐ റിയലി ലൈക്ക് മാക്കിൻ്റെ ഫേസ് ആൻഡ് ബോഡി. കാരണം ഇത് ഭയങ്കര ഹെവി ഫീലിംഗ് തരില്ല. കാരണം സാധാരണ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കവറേജസ്. ഈ കവറേജസ് ക്വൈറ്റ് തിൻ ബിക്കോസ് ഒരുപാട് പുട്ടി മുഖത്തിട്ട മാതിരി ഫീൽ ചെയ്യില്ല. അപ്പം നമുക്ക് നമ്മൾ ഇതല്ല കേട്ടോ ശരിക്കും റുട്ടീൻ. ഇതിന് മുന്നേ നമ്മുടെ കണ്ണ് നമ്മളുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്യാൻ പറ്റും ദിസ് കളർ കറക്റ്റർ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇതിന് മുന്നേ തന്നെ ഉണ്ട് വിച്ച് ഐ വിൽ ബി ടെല്ലിങ് ഇൻ some other episode. But today I am going to be doing my basic makeup because എനിക്കിപ്പോൾ ഇത് കുറച്ച് ആവശ്യമുണ്ട് പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ടേ. ആൻഡ് ഈ ഒരു ഇതിന് ഫേസ് ആൻഡ് ബോഡി മാക്കിൻ്റെ ഈ ഫേസ് ആൻഡ് ബോഡി ഇട്ട് കഴിഞ്ഞാൽ വേറെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ യുവർ സ്കിൻ ലുക്സ് വെരി ഗ്ലോസി, ലുക്സ് വെരി സ്മൂത്ത് ആൻഡ് വെരി വെരി നൈസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ്സ് ആദ്യം
കറക്ഷൻ ചെയ്യുക. കാരണം നല്ല ഐ ഷാഡോ ഒക്കെ ഇടുന്ന സമയത്ത് ഐ ഷാഡോൻ്റെ പൗഡറൊക്കെ താഴത്ത് വീഴാം. സോ ഇറ്റ് മേക്സ് സ്കിൻ, ഐ മീൻ നമ്മുടെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ബട്ട് ടുഡേ ഐ എം നോട്ട് ഡൂയിങ് മൈ ഐ മേക്കപ്പ് ഫസ്റ്റ്. ഐ എം പ്രിഫറിങ് ടു ഡു മൈ ഫേസ് മേക്കപ്പ് തന്നെ ആദ്യം. നമ്മളിത് ഈവൻ ആക്കുക. നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ സ്കിന്നിലേക്ക് വീണ്ടും ഈ മേക്കപ്പ് അബ്സോർബ് ആവും. അപ്പോൾ സാധാരണ നമ്മൾ ഇട്ട ഉടനെ നമ്മളുടെ മേക്കപ്പ് ഫീൽസ് വെരി വെരി ഹെവി. ഇട്ട ഉടനെ ഇറ്റ് ലുക്സ് എന്താണ് കുറേ ഇട്ട പോലെ തോന്നും. പക്ഷെ അത് വിത്ത് ടൈം ഇവൻച്വലി it becomes lighter. That's because it's getting absorbed onto the skin. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് now what you've got to do, ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റേ നോസ് കട്ട് ചെയ്യാം, ചീക്ക് കട്ട് ചെയ്യാം, പിന്നെ നമ്മളുടെ ചീക്ക് ഹൈലൈറ്റ് ചെയ്യാം. അതൊക്കെ ഞാൻ വേറെ ദിവസം പറഞ്ഞു തരും. പിന്നെ വൺ മോർ തിങ്, നമ്മൾ ആസ് ഗേൾസ് I would really tell everybody to highlight, to draw your eyebrows. കാരണം എന്താ സംഭവമാണ്, when you do your eyebrows അത് നമ്മുടെ ഫേസിന് ഒരു കുറച്ചുകൂടി പ്രൊജക്ഷൻ തരും. ഇറ്റ് സ്റ്റാർട്ട്സ് ഹൈലൈറ്റിംഗ് ഈച്ച് ഫീച്ചർ ഓഫ് യോഴ്സ്. ആൻഡ് നമ്മൾ നമ്മളുടെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഓൾവേസ് ലുക്സ് വെരി അട്രാക്റ്റീവ്. ലെറ്റ് മി ടേക്ക് മൈ ഐ പെൻസിലും ഉണ്ട്, ഐബ്രോ മസ്കാര ഉണ്ട്. സോ വാട്ട് യു ജസ്റ്റ് ഡു ഇസ് ഫോർട്ടിഫൈ. നമ്മളെപ്പോഴും ഫസ്റ്റ് രണ്ടെണ്ണം ലീവ് ചെയ്തിട്ട് ഡു യുവർ ഐബ്രോസ്. കാരണം ഫുള്ള് ചെയ്യുമ്പോൾ ചില സമയത്ത് ശരിക്കും നമ്മൾ ഐബ്രോ ചെയ്തത് തന്നെയാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാണ്ട് ഇരുന്നിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് നമുക്ക് പറയാമല്ലോ നമ്മൾ നാച്ചുറലി ബ്യൂട്ടിഫുൾ ആണെന്ന്. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. കണ്ടോ, ചെയ്ത മാതിരി ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ ബ്രഷ് ചെയ്യുക. നമ്മൾ ഐബ്രോ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്, നമ്മളുടെ പെൻസിലിൻ്റെ പിഗ്മെൻറ്റ് ഇറ്റ് ഗെറ്റ്സ് ബ്രഷ്ഡ് ഓഫ്. ഒരു ഷേപ്പൊക്കെ വന്നില്ലേ, വേണമെങ്കിൽ കുറച്ചുകൂടി വിടാട്ടോ. മേക്കപ്പിന് പരിധിയില്ല എന്നൊക്കെ പറയുന്നത് സത്യമാണ്. ഇഷ്ടംപോലെ നമുക്ക് മുഖത്ത് പൊട്ടിയിടാം. പക്ഷെ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ കഥകളിയാന്ന് പറയരുത്. So this is it. So I'm just waiting. ഒന്നിനും സ്കിന്ന് ഇതാവാൻ വേണ്ടി I'm waiting. കുറേ ആൾക്കാർക്ക് കൈ കൊണ്ട് ചെയ്യാനും ഇഷ്ടമാണ്, കുറേ ആൾക്കാർക്ക് ബ്രഷ് കൊണ്ട് ചെയ്യാനും ഇഷ്ടമാണ്. അത് ഓരോ ആൾക്കാരുടെ നമ്മുടെ മേക്കപ്പ് ആപ്ലിക്കേഷൻ ഓരോ ആൾക്കാരുടെ കംഫർട്ട് രീതിയിൽ തന്നെ ദേ കെൻ ഡു ഇറ്റ്. ബിക്കോസ് നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഓരോ ഭാഗം ഗെറ്റ്സ് കവേർഡ്. ഹാൻഡ് കൊണ്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഹാപ്പൻസ്, ബട്ട് ഐ പ്രിഫർ യൂസിങ് മൈ ബ്രഷ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഐ ആം ഗോയിങ് ടു ഡു മൈ ഐ മേക്കപ്പ്. എനിക്ക് ഫേസസിൻ്റെ ഐലൈനർ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ദാറ്റ് ലാസ്റ്റ്സ് ലോങ്. ഓക്കെ, ആൻഡ് എൻ്റെ കയ്യിൽ ക്രീം ആയതുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ You can use a tail if you want. See, eye makeup ഇടാനും ഒരുപാട് രീതിയുണ്ട്. The way you draw your eyes, മീതെ വരയ്ക്കാം, താഴത്തെ വരയ്ക്കാം, സ്മോക്കി ഐസ് ആക്കാം. സോ നമുക്ക് ഐ മേക്കപ്പ് ഡിഫറെൻറ്റ് രീതി വേറെ ദിവസം അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേറെ ദിവസം കുറേ കാര്യങ്ങളുണ്ട് കാണിച്ചു തരാനായിട്ട് കേട്ടോ.
എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ കൺമഷി പോയി. ആക്ച്വലി നമ്മുടെ ഇയർബഡ് വെച്ചിട്ടാണ് വി റിമൂവ് ഇറ്റ്. പക്ഷെ എനിക്കിപ്പോൾ ഇയർബഡ് പോയി എടുക്കാൻ മടിയാവുന്നു. സോ ഐ ഡൂയിങ് ഇറ്റ് വിത്ത് കോട്ടൺ. ഓക്കെ, ആൻഡ് വിത്ത് ദി ഐ പെൻസിൽ നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ കണ്ണിൻ്റെ താഴെ വി ക്യാൻ ജസ്റ്റ് ഡു എ ബിറ്റ് ഓഫ് ദിസ് സോ ദാറ്റ് കുറേ ചെയ്യാട്ടോ, ഞാൻ കുറച്ച് ചെയ്യുന്നുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് കണ്ണ് എഴുതുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് ശരിക്കും എന്താ പറയുക ഡിഫൈൻഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൻ്റെ, നമ്മളെല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസിൻ്റെ മെയിൻ അട്രാക്റ്റീവ്നെസ് ഇസ് യുവർ ഐസ് ആൻഡ് യുവർ സ്മൈൽ. ബിക്കോസ് ഐസ് എക്സ്പ്രസ്, നമുക്ക് കുറേ കാര്യങ്ങൾ ത്രൂ ഐസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റൈറ്റ്? അത് കാരണമല്ല കണ്ണിൻ്റെ മേക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ വെൻ യു do prominent makeup for your eyes, it really adds beauty to your face is what I believe, and I really love doing eye makeup. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാനുള്ള മൂഡില്ലപ്പോൾ നമ്മൾ എന്താ പറയുക കണ്ണുമ്മേ നമുക്ക് ഒരുപാട് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റി, ഇപ്പോൾ ഐ ഷാഡോ ഇടുന്ന രീതി ആയിക്കോട്ടെ, മസ്കാര ഇടുന്ന രീതി ആയിക്കോട്ടെ, ഐ ലൈൻ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, there are so many different ways you can experiment with makeup, and that is one thing that I really love doing. But today I'm doing the most simple kind of makeup. ശരിക്കും മസ്കാര നമ്മൾ ഇങ്ങനെ ഇടുക, ലൈക്ക് ഫ്രം ടോപ്പ് യു ഡു ഇറ്റ് ആൻഡ് യു റോൾ ഇറ്റ്. ഗോട്ട് ഇറ്റ് ഫ്രം ടോപ്പ്, then just brush off the excess mascara. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് that I would like to tell all of you, കമ്പൽസറി ആയിട്ട് എവറി 3 months കൂടുമ്പോൾ നമ്മൾ മസ്കാര ചേഞ്ച് ചെയ്യുക. ബിക്കോസ് ദേ സേ നമ്മൾ ഐലിഡ്സിൻ്റെ ഇവിടെ ദർ ആർ ബാക്ടീരിയാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മസ്കാര ഇട്ട് കഴിയുമ്പോഴത്തേക്കും ദ ബാക്ടീരിയ ഇതിലേക്ക് ബാക്ടീരിയ പിടിക്കും. അപ്പോൾ അത് കാരണമുള്ള എല്ലാം 3 മാസം കൂടുമ്പോൾ മസ്കാര ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവൻച്വലി നമ്മൾ പറയും ഈ ഡാൻഡ്രഫ് നമുക്ക് ഹെയറിൽ വരുള്ളൂ. അപ്പോൾ ദേ സേ ഇവൻച്വലി വൈറ്റ് ഫ്ലേക്സ് കണ്ണിൻ്റെ ഐലിഡ്സിനും ഫോം ആകും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വെരി ട്രൂ. അപ്പോൾ എവറി 3 months കൂടുമ്പോൾ മസ്കാര ചേഞ്ച് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ യു ക്ലെൻസ് യുവർ ഐ മേക്കപ്പ് എവറി നൈറ്റ്. ബിക്കോസ് ഈ ബാക്ടീരിയ ഇതായി കഴിയുമ്പോഴത്തേക്കും ഇവൻച്വലി നമ്മളുടെ ഐലാഷസ് ഫോൾ ചെയ്യാനുള്ള ടെൻഡൻസി എന്തായാലും ഉണ്ടാകും. പിന്നെ ഇറ്റ് ഗെറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട് ടു റീസ്റ്റോർ. സോ സ്റ്റാർട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഐസ്, ഓഫ് എവറി ഓഫ് യുവർ സ്കിൻ ടു ഹാവ് എ ബ്യൂട്ടിഫുൾ സ്കിൻ. ഇനി ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഐ എം സോർട്ടഡ്. രണ്ടാമത്തെ ലിപ്സ്റ്റിക്ക് അവിടെ കാണാമല്ലോ. ലിപ്സ്റ്റിക്ക് എടുത്ത് വന്നു. എൻ്റെ ഓരോ ബാഗിൽ ലിപ്സ്റ്റിക്ക് ഉണ്ട്, ഓരോ ബാഗിൽ ലിപ് ബ്രഷ് എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വിക്ടോറിയ സീക്രറ്റ്സിൻ്റെ ഈ 2 ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ ക്രീം ഷെയ്ഡ് ഏതാ? ഒരു ഷെയ്ഡിൻ്റെ പേരാണ് ലവ്, ഒരു ഷെയ്ഡിൻ്റെ പേരാണ് എഡോട്ട്. അപ്പോൾ ബേസിക്കലി I'm a love soul. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഷെയ്ഡും ഭയങ്കര ഇഷ്ടമാണ്. സോ ദിസ് ഈസ് ലൈക്ക് എ ന്യൂട്രൽ ഷെയ്ഡ്. അപ്പോൾ ഞാൻ what I normally do is I mix these 2 shades. അത് ഇങ്ങനെ അല്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും ഈ ലിപ്പ് there is this palette where you mix. I'm not taking all of those because it's a daily makeup അല്ലേ. See, this is a shade. ലിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ലാസ്റ്റ് ലോങ്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇതും കഴിഞ്ഞു. ഇനി ഞാൻ ഇടാൻ പോണു എൻ്റെ പൗഡർ, സെഫോറാസ് കോമ്പാക്ട് പൗഡർ. ഐ റിയലി ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് ഗോട്ട് ഗുഡ് കവറേജ്. നമ്മൾ ഓവറായിട്ട് ഇട്ട പോലെ ഒന്നും തോന്നില്ല.
ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റേ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ ക്രീം ഇട്ടിട്ട് യു ക്യാൻ യൂസ് സെഫോറ, യു ക്യാൻ യൂസ് എനി കോമ്പാക്ട് പൗഡർ ബിക്കോസ് കുറേ കോമ്പാക്ട് പൗഡർ ഹാസ് എ കോമ്പിനേഷൻ ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് പൗഡർ. അപ്പോൾ ഇറ്റ് മേക്സ് യുവർ സ്കിൻ ലുക്ക് വെരി ഈവൻ ആൻഡ് ബ്യൂട്ടിഫുൾ. ഓക്കെ, സോർട്ടഡ്. ഇനി കുറച്ച് ഇതൊക്കെ ചെയ്ത സ്ഥിതിക്ക് കുറച്ച് നമ്മളുടെ ചീക്ക് സ്റ്റെയിനും കൂടെ ഇടാം, ബിക്കോസ് ഇനി അതായിട്ട് കുറയ്ക്കണ്ടല്ലോ. സോറി, ഇത് ചെയ്യാനേ പാടില്ല. നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം. സോ ദാറ്റ് എക്സസ് വിൽ ഗെറ്റ് ടാപ്ഡ് ഔട്ട്. നമ്മളിങ്ങനെ ഇത് ചെയ്യാം. ഓക്കെ, കുറച്ച് കൂടിയെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്കും തോന്നിയോ? പക്ഷെ കുഴപ്പമില്ല, കൂടിയിരിക്കട്ടോ. ഓക്കെ, I'm ready to go. Okay. സോ ദിസ് ഈസ് മൈ ഡെയിലി മേക്കപ്പ് റുട്ടീൻ. പക്ഷെ ഇത്ര അധികം ഞാൻ എല്ലാ ദിവസവും ചെയ്യില്ല കേട്ടോ. ഞാൻ ആകെ കൂടി മറ്റേ ടോണിങ് ചെയ്യും, മോയ്സ്ചറൈസിങ് ചെയ്യും, സൺസ്ക്രീൻ ചെയ്യും, കണ്ണെഴുതും, കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യും, ലിപ്സ്റ്റിക് ഇടാൻ ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇത് മാത്രമേ ഞാൻ സാധാരണ രീതിയിൽ എല്ലാ ദിവസവും ചെയ്യാറുള്ളൂ. ബട്ട് ഐ ഹോപ്പ് യു ലൈക്ഡ് ദിസ് പർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് മൈൻ. സോ സീ യു സൂൺ.